എന്നാൽ ഇതിനിടയ്ക്ക് എത്രയോ വിക്രിയകൾ, എന്തൊക്കെ ഉല്ലാസങ്ങൾ. അതിനിടയിലൊക്കെ ചിലപ്പോ ഏതോ ഒന്ന് രണ്ട് പെൺകുട്ടികളും വന്നു പോയിരുന്നു. അവിടെയൊക്കെ ഞാൻ പഴയ ഞാൻ തന്നെ നിന്നു. എങ്കിലും എനിക്കറിയാമായിരുന്നു, ക്ലാര വന്നാൽ. ഏതായാലും വന്നില്ലേ, വന്നു പോയില്ലേ? പോയി. ഇനി വരില്ല. വന്നാലും ജയേട്ടൻ കാണാൻ പോവാതിരുന്നാ മതി. പോവോ? പോവില്ല. എനിക്ക് ഈയൊരു ഇനി ഇങ്ങനെ ഉണ്ടാവില്ലെന്ന് എനിക്ക് വാക്ക് തരണം. ഞാൻ വാക്ക് തന്നിട്ട് വേണേ തെറ്റിച്ചോളൂ, ഞാൻ അറിയാതെ. അങ്ങനെയൊരു വാക്ക് തന്നിട്ട് കാര്യണ്ട്. ജയേട്ടൻ വാക്ക് തരൂ. വാക്ക്. ഇനി ഈ വാക്ക് തെറ്റിക്കാൻ ജയേട്ടൻ വിചാരിച്ചാലും നടക്കില്ല. എങ്കിൽ രക്ഷപ്പെട്ടു. ഇനി എന്റെ വാക്ക്. ജയേട്ടൻ ഇപ്പൊ തന്നെ ഈ വാക്ക് തെറ്റിച്ചാൽ, തെറ്റിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ രാധ ജയേട്ടന്റേതായിരിക്കില്ല. അല്ല ബാബു, ഉമ്മക്ക് അവനെ കാച്ചിയാലോ? അതെ, കാച്ചികളയാം. അല്ല, നീന്ന് കണക്ക് കൂട്ടി നോക്കിക്കോ, അതല്ലേ ഭേദം. അതെ. ആ ഞാനിട്ടേ. അതെ, ആരെയാ തട്ടാൻ പോണേ? നമ്മടെ രാമനെണ്ണാരെ നമ്മള് കാച്ചാൻ പോവാ. പോവാം. അല്ല, ഇപ്പോ എങ്ങനെ തട്ടാന്ന? തട്ടെന്ന് പറഞ്ഞാ തട്ട് തന്നെ, അല്ലാതെങ്ങനെ. അപ്പോ നേരെ എങ്ങനെ നേറി രാവണ നേരെ പിടിച്ച് തട്ടിക്കളയാ, അങ്ങനെയാണോ? അല്ല, മിക്ക പെരിച്ചാരിനെ കയ്യും കാലും കെട്ടി ഈ കൊണ്ടുവരാം. ഇത് നമുക്കാണ് ഡാമിന്റെ മുകളിൽ കൊണ്ട് ഞാൻ താഴേക്ക് എറിയാം. എന്താ ബാബു? അത്ര തന്നെ. അല്ല, അപ്പൊ വേറൊരു പ്രശ്നമല്ലേ? ഭാര്യയും പിള്ളേരും ഒക്കെ ആയിട്ടല്ലേ അങ്ങനെ താമസം? അതെ. അപ്പൊ അവരൊന്നും ഒച്ച വയ്ക്കില്ലേ? ഒച്ചയും വിളിയും ഉണ്ടായ നാട്ടുകാർ കൂടില്ലേ? ബാബു, വണ്ടി നിർത്ത്. നീ വണ്ടി നിർത്തിക്കടാ. ഒരു വഴിയുണ്ട്. നമുക്ക് നര വീടിന് തീ വെച്ച് കളയാം. ഒരാത്തുമ്പോ എല്ലാരും കൂടെ ഇറങ്ങി ഓടില്ലേ? ആ ബഹളത്തിനിടയില് നമുക്ക് ആരും കാണാതെ മൂപ്പരെങ്ങി പിടിച്ചോണ്ടുവരാം. ചുരുട്ടി ടിക്കിന്റെ ഉള്ളിലാക്കാം. ആകെ ബഹളമല്ലേ, ഒരാത്തല്ലേ? ഏത് കാറ് ആര് കൊണ്ടുപോയി? അത് ഐഡിയ. പെട്രോളും ബന്ധമൊക്കെ റെഡിയല്ലേ? സകലതും റെഡി. ആരാ അവിടെ? ഞാനാ. എന്താ എന്നെ കുഴപ്പം വലുതുണ്ടോ? ഇങ്ങോട്ട് വരണമെന്നാര്? ഒരു ചെറിയ കുഴപ്പം. പാതിരായിക്ക് എന്താ പതിവില്ലാത്തൊരു കാറെന്ന് നോക്കുകയായിരുന്നു. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു നേരില്ലാത്ത നേരത്ത്? ഏയ്,
ഇനി ഞാൻ കയ്യൊന്നെടുത്ത് നോക്കട്ടെ മിണ്ടോന്ന്. എന്നെ കൊല്ലല്ലേ. കിടന്ന് തൊള്ളോർന്ന പൊന്നോളെ ഞാൻ ഒഴിഞ്ഞു തരാവേ. കൊല്ലും. മിണ്ടല്ലേ. ഇനിയിപ്പോ അങ്ങോട്ട് ഒഴിഞ്ഞു തരികയൊന്നും വേണ്ട. ഡാമി കൊണ്ട് കളയാൻ പോവാ. എന്റെ 5 പിള്ളേരും തള്ളയും തമ്പുരാനെ. വേണമെന്നില്ല. ഇനി ഉച്ചക്കില്ല. ഇല്ലല്ലോ. ഇല്ല. ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ആവാം. രാമ 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 നമുക്ക് ഇദ്ദേഹത്തെ തറയി കിടത്താം അല്ലേ? ഒരൊറ്റ ഇറക്ക്. എന്നിട്ട് ഇവിടെ നിന്നൊരു തട്ടിയ ഫുട്ബോള് മാതിരി എവിടാ പോയി കിടക്കാന്നറിയോ? എന്ന് മാർക്കെടുക്കും. നാളെ എന്നെ കൊല്ലാതെ വിട്ടാ മതിയേ. എങ്ങോട്ടാ മാറുന്നറിയാമല്ലോ. അറിയാം. എങ്ങോട്ടാ? ഒക്കെ മേനോൻകുട്ടി പറഞ്ഞതുപോലെ. ഇനി നാളെ സ്ഥലം വേറെ ഉദ്ദേശമൊന്നും പറയരുത്. ഇല്ല. ഇവിടുന്ന് മടങ്ങി വീട്ടിലെത്താനുള്ള വഴി അറിയോ? അറിയാം. എങ്ങനെ അറിയാം? അറിയാവേ. എങ്ങനെ അറിയാം? അറിയാന്നേ. കൊണ്ടുവിടണോ? വേണമെന്നില്ല, ഞാനങ്ങ് പൊക്കോളാം. ഒറ്റയാൾ ഈ സംഭവം അറിയരുത്. ഇല്ല, എന്റെ കുഞ്ഞുമക്കൾ പോലും അറിയില്ല. എന്നാ ഇവൻ പോട്ടല്ലടാ. അങ്ങനെ ഇപ്പോ പോണോ? രാമ 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 രാമ. എന്നിട്ട് മൂപ്പര് മാറിയോ? മാറുന്നു. പുതിയ സ്ഥലത്ത് പരിപാടി തുടങ്ങി. ഈ സ്ഥലമായതുകൊണ്ടാ. ഇത് മാലിന്യ ചേച്ചിക്ക് വീട് വെക്കാന്ന് പറഞ്ഞ് അച്ഛനുള്ള കാലത്തെ മാറ്റി വെച്ചിരിക്കുന്ന സ്ഥലാ. ഒന്നാമത് ചേച്ചിക്ക് ആരുമില്ല. അങ്ങും ഇങ്ങും പോയി തനിച്ച് താമസിക്കണം എന്ന് പറഞ്ഞാ. ആ നേരത്തെ അയാൾ അങ്ങനെ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ കൊല്ലുമായിരുന്നോ? ഹേയ്, എങ്കിലും അപ്പൊ അതങ്ങനെ തീർന്നത് നന്നായി. ഇല്ലായിരുന്നേ ചിലപ്പോ രാമനുണ്ണാരെ ഒപ്പം കൂട്ടി ആ മേളം ദിവസങ്ങളോളം അങ്ങ് നീണ്ടനെ. പിന്നെ കക്ഷിക്കും അതൊരു റെവലേഷനായനെ. അങ്ങനെ ഒരു സമാധാനമുണ്ട്. അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അമ്മയുടെ ധാരണ നീ വരാൻ പോണതിന്റെ നല്ല ലക്ഷണമായിട്ട് രാമനുണ്ണി നായരുടെ മനസ്സും അറിയുന്ന. അതുകൊണ്ട് മൂപ്പര് കുടിയൊഴിഞ്ഞു തരാന്ന്.
അത്രയും നല്ലത്. ഞാൻ പറയുന്നത് അതല്ല, ഇത് 5 വർഷം മുമ്പും ചെയ്യായിരുന്നു. ആർക്ക്? രണ്ടാൾക്കും. എല്ലാറ്റിനും ഓരോ സമയം ഉണ്ടാവും. ഓ, എന്താ എത്ര നിസ്സാരാക്കി കളഞ്ഞ്? എന്താ ഒരു ഊന്ന് വെക്കല്? എല്ലാറ്റിനും അതിന്റെ സമയമില്ലാച്ചാ നീ 1.5 കൊല്ലം മുമ്പ് മണ്ണാർത്തോലിൽ വന്നിരിക്കായിരുന്നില്ലേ? എന്തുകൊണ്ടാ അത്രയ്ക്ക് വൈകിയത്? എന്തുകൊണ്ടാ ഇത് നടക്കാരുന്ന്? ഇതാപ്പോ നന്നായേ. താനും നോക്കിയിരിക്കുക. എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ നോക്കിയത് പോരാച്ചാലോ എന്ന് വിചാരിച്ച് നമ്മുടെ നാണു എഴുത്തച്ഛനെ കൊണ്ടുകൂടെ ഒന്ന് നോക്കിച്ചു. അതിശയാണ് കേട്ടോ. ഇത്ര ചേർച്ചയുള്ള ജാതകങ്ങള് എഴുത്തച്ഛൻ തന്നെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ എന്നാ പറഞ്ഞേ. ഒക്കെ ഓരോ കർമ്മബന്ധങ്ങള്. രാധയുടെ എക്സാംസ് എല്ലാം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞില്ലേ? ഇവൻ പറഞ്ഞു. ഓ, അപ്പൊ ഇവിടെയും തിരക്കൂട്ടിൽ തുടങ്ങിയോ? അച്ഛൻ മുഹൂർത്തമൊക്കെ ഇതിനോടൊപ്പം മനസ്സിൽ കുറിച്ചിട്ടുണ്ടാവും അല്ലേ? മുഹൂർത്തം ഈ മാസവും അടുത്ത മാസവും എന്ന് വേണേച്ചാ മുഹൂർത്തങ്ങൾ ഉണ്ടാക്കാം. രണ്ടും കല്യാണ മാസങ്ങളല്ലേ. പിന്നെ രണ്ടു കൂട്ടർക്കും സൗകര്യമായിട്ടുള്ള ഒരു സമയം നിശ്ചയിക്കുക, എവിടെ വെച്ചാന്ന് പറയാ, അത്രയൊക്കെ അല്ലേ ഇനി വേണ്ടു. ഭയങ്കര നിയന്ത്രണമൊക്കെ വരുത്താൻ പോണെന്ന് കേട്ടു. അതിനുവേണ്ടി അത്ര കാർ വാങ്ങിച്ചത്? അതെ. അല്ലാതെ പുതുപ്പെണ്ണിനെയും കൊണ്ട് നാടിരിക്കാനല്ല. പിന്നെ പെട്രോൾ ഒഴിച്ചാലേ സാധനം നീങ്ങൂ. അറിയാം. അല്ല, അന്നേരം കയറി മണ്ണാർത്തോടിയിലെ തമ്പറനായി കളയരുത്. ദേവമാതെ പോയാൽ ടിക്കറ്റ് എടുക്കണ്ടെന്നൊന്നും കണ്ടുപിടിച്ച് കളയരുത്. അങ്ങനെ പേടിയുണ്ടെങ്കിൽ കല്യാണം മാക്സിമം അങ്ങോട്ട് നീട്ടിവെക്കണം. ഭർത്താവായി കഴിയുമ്പോഴല്ലേ പിശുക്ക് പുറത്തു വരുള്ളൂ. ഇപ്പൊ ലാവിഷായിരിക്കല്ലോ. എന്റെ പൊന്നോ പൊളച്ചാതിക്കല്ലേ. സത്യം പറഞ്ഞ രാധ ഇപ്പോഴല്ലേ പഠിപ്പിന്റെ തലവേനെല്ലാം തീർന്ന് ഒരു ഫ്രീ ബേഡ് ആയത്. ഞാനായിരുന്നു രാധയുടെ സ്ഥാനത്തെങ്കിൽ ഇനി 1 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞേനെ. അങ്ങനെയായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ ഇനിയും 1 കൊല്ലോ? ആ, വിവരം അറിയും. ഹലോ ഹലോ, യെസ് ജയകൃഷ്ണനാണ്. യെസ് മാഡം, PP ഹോൾഡിംഗ്. യെസ്. ഹലോ, PP ഹോൾഡിംഗ് മാഡം, പ്ലീസ് സ്പീക്ക് ഓൺ. ഹലോ. ഹലോ. എവിടുന്നാ ഇത്? എവിടുന്നോ? ഒരുപാട് ദൂരെ ഒരിടത്തുന്നു. അവിടെ മഴ പെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെ മഴയുണ്ട്. ഓ. അല്ല, കല്യാണമായില്ലേ? ഇല്ല. അന്ന് പറഞ്ഞ അനുസരിച്ച് രാധയുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കണമല്ലോ. കഴിഞ്ഞു. അപ്പോ ക്ലാര അത് കണക്കൂട്ടുന്നുണ്ടായിരുന്നോ? പിന്നെ എന്താ ഇനി വൈകിക്കുന്നേ? വൈകിക്കുന്നില്ല, അടുത്ത മാസം ഉണ്ടാവും. തീയതി നിശ്ചയിക്കലിന്റെ തിരക്കാവിടെ. അപ്പോ അടുത്ത മാസം ഉണ്ടാവുന്നുള്ളത് ഉറപ്പാ? നമ്മുടെ ഒരു വാക്കുണ്ട്, ഓർമ്മയുണ്ടോ? രാധ മണ്ണാർത്തോടി വരുന്നതുവരെ തമ്മിൽ കാണുള്ളൂ എന്ന്. ഓർമ്മയുണ്ട്. ഞാൻ വരാം. എന്നെ ഏത് ട്രെയിനിന് വരുന്നു ഞാൻ ടെലഗ്രാം തരാം, അന്നത്തെ പോലെ. വരുമല്ലോ. അതോ വരാതിരിക്കോ? വരും. വരുമെന്ന് പറഞ്ഞാ ഞാൻ വരും. ഗുഡ് നൈറ്റ്.
17-ാം തീയതി ചൊവ്വാഴ്ച. അതെ. ഉച്ചയ്ക്ക് 3:50 ട്രെയിനിന്. അതെ. ഇന്ന് ശനിയാഴ്ച. അപ്പോ ഇനി 4 ദിവസം. ഒറ്റപ്പാലം സ്റ്റേഷനിൽ. അന്ന് ഫോൺ ചെയ്തപ്പോ വരുമോന്ന് തന്നെ സംശയം തോന്നിയിരുന്നു. അതുകൊണ്ടാ അങ്ങനെ ഒരു ഫോൺ കോളിന്റെ കാര്യം പോലും ഞാൻ കുട്ടിയോട് പറയാഞ്ഞത്. ജയേട്ടന് പോവാതിരിക്കാലോ, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. സ്വാതന്ത്ര്യമുണ്ട്, എങ്കിലും എനിക്ക് തന്നെ അറിയില്ല ഈ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ മാത്രം ഞാൻ എങ്ങനെയൊക്കെ പെരുമാറുമെന്ന്. എന്താ രാധയുടെ സജഷൻ? നോ സജഷൻസ്, ഒക്കെ ചേട്ടന്റെ ഇഷ്ടം. അച്ഛനും അപ്പമ്മയും നീ വന്നിട്ട് ഇറങ്ങാതിരിക്കുകയായിരുന്നു. ഇനി നിനക്ക് പ്രത്യേകമായിട്ട് വല്ലതും പറയാനുണ്ടോന്നറിയാൻ. അപ്പൊ നീ ഇങ്ങനെ തുടങ്ങിയ? ഇന്നിപ്പോ അച്ഛൻ അങ്ങോട്ട് പോകണ്ട. ഇന്ന് തന്നെ തീയതി നിശ്ചയിച്ചില്ലെന്ന് വെച്ചിട്ടെന്താ? ഒരാഴ്ച കഴിയട്ടെ, ഞാൻ പറഞ്ഞിട്ട് ആരെങ്കിലും അങ്ങോട്ട് പോയാൽ മതി. എന്താ മോളെ നീ പറയുന്നേ? അത് മതി. ഏതായാലും 1.5 കൊല്ലം നീണ്ടല്ലോ. ഇനിയിപ്പോ ഒരാഴ്ച കൂടെ ആയിന്ന് വെച്ചിട്ട് ഒരു തകരാറും ഇല്ല. പക്ഷെ ഞാൻ സമ്മതിക്കാതെ തീയതി നിശ്ചയിക്കുകയാണേല് ആ തീയതിക്ക് ഇത് നടക്കുന്ന ഉറപ്പിക്കണ്ട. ചേച്ചി വെറുതെ തിരിച്ചു മറിച്ചും ചോദിച്ചുകൊണ്ട് ഒരു വിശേഷവും. അവനവനായിട്ട് ഓരോന്ന് ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് ഈ കണ്ട കാലം മുഴുവൻ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിക്കുക. എന്നിട്ടിപ്പോ കാര്യത്തോട് അടുക്കുമ്പോ മുടക്ക് വർത്താനം. എന്താ ഇത്, കുട്ടിക്കളിയാ? എത്ര ചോദിച്ചിട്ടും അവൾ എന്താ കാര്യമൊന്നും പറയുന്നില്ല. വേണ്ട, നിന്നോട്ടെ. ഇവിടെ എങ്ങനെ വേറൊരു നല്ല അലയൻസ് വരുന്നതിനെ പറ്റി ഇനിയിപ്പോ ആലോചിക്കണ്ടല്ലോ. അത്രയ്ക്ക് പരസ്യമായിട്ട് ഇടപഴകി നാട്ടുകാരെ അറിയിക്കണം എന്നുള്ളത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു നിയമമായിരിക്കും. ആയിക്കോട്ടെ, ഞാൻ എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുള്ളപ്പോഴൊക്കെ നിനക്ക് ഈർഷ്യായിരുന്നല്ലോ. എന്തായി എന്നിട്ടിപ്പോ? ഇതേവരെ തിരക്കൂട്ടിക്കൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് എന്താ അവളിങ്ങനെ പറയാൻ? നിങ്ങളും ഈ പ്രശ്നം വല്ലതും ഉണ്ടായോ? ഏയ്, ഒന്നുമില്ല. പിന്നെന്താ അവളിങ്ങനെ പറയാൻ? മാധവൻ എങ്ങനെ വന്ന്? ഞാൻ ടാക്സിയില്. അമ്മ വീട്ടിലെത്തുവോ? പത്രം ഓഫീസിൽ ആളെ വിട്ട് വിളിപ്പിച്ചിട്ട് എന്നെ ഓടിച്ചിരിക്കല്ലേ. അവിടെ ഇപ്പോ ഏതാണ്ടൊരു മരണവീട് പോലെ ആയിട്ടുണ്ട്. മാധവൻ പൊയ്ക്കോളൂ, ഞാൻ ടൗണിലേക്ക് വരണുണ്ട്. രാധയായിട്ട് നേരിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇത് ഞങ്ങളുടെ അവസാനത്തെ മീറ്റിംഗ് ആയെങ്കിൽ ഇനി ഒരിക്കലും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഗുഡ് ബൈ പറഞ്ഞ് പിരിയാനാണെങ്കിൽ? ജയേട്ടന് ഇഷ്ടമുള്ളത് ചെയ്യാന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് തെറ്റെന്ന് തോന്നുന്നൊന്നും ഞാൻ ചെയ്യാറില്ല. ഒന്നും. ആ ടെലിഗ്രാം കിട്ടിയിട്ട് കാണാൻ പോവാതെ ഇരുന്നാൽ അത് ഞാൻ ചെയ്ത തെറ്റാ, അവളോടും എന്നോടും. റെയിൽവേ സ്റ്റേഷനിൽ പോരുതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ജയേട്ടൻ തന്നെ ഓർത്തോയിക്കോളൂ, അപ്പൊ മനസ്സിലാവും. ഞാനിതെല്ലാം പറഞ്ഞോണ്ടല്ലേ അവളിപ്പോ ഇതറിഞ്ഞത്? ഓരോ വിദ്വാന്മാരെ എനിക്കറിയാം, ഓരോരുത്തരും എന്തൊക്കെയാ മൂടി വെക്കണമെന്ന്. എന്താ ഇപ്പൊ പറയാൻ പോയത്? എന്റെ സിൻസിയാരിറ്റി കൊണ്ട് അത് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൾ മണ്ണാറത്തോട്ടിലേക്ക് വരണ്ട. എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പെണ്ണ് മതി എനിക്ക് എന്റെ കൂടെ. അതിപ്പോ രാധ ആയാലും ക്ലാര ആയാലും എനിക്കൊരുവല. ഇങ്ങോട്ടിപ്പം ഈ നേരത്ത് ആരും വരണ്ട. വേണ്ട അച്ഛൻ, വേണ്ട. എനിക്കൊന്നും സംസാരിക്കാനില്ലെന്നേ. പിന്നെന്തിനാ വെറുതെ? ഞാനിവിടെ ഉണ്ടാവില്ല. അങ്ങനെ തന്നെയാ. ആരോടായിരുന്നു? മാധവൻ. സംസാരിക്കണം അത്രേ. അതിനായിട്ട് 1-2 ചങ്ങാതികളെയും കൂട്ടി വരാന്ന്. എന്നിട്ടാ നീ ഇങ്ങനെ പറഞ്ഞേ? പിന്നെ ഞാൻ എങ്ങനെയാ സംസാരിക്കാ? എനിക്കിപ്പോ ഇങ്ങനെ സംസാരിക്കാൻ വെക്കൂ. ഇത്തിരി കൂടുന്നുണ്ട് ശുണ്ടിയും വർത്താനോ. ആരോടാ നീ ചാടിക്കടിക്കാൻ വരണേ? അവളിപ്പോ നിന്നോട് എന്തിനു വന്നു?